മരണശേഷം പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമാക്കപ്പെടുമെന്ന് നമുക്കറിയാമല്ലോ. മരണത്തോടു കൂടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാലാവധി കഴിഞ്ഞുപോയി. പക്ഷെ മരണശേഷവും നമ്മുടെ പ്രവർത്തനങ്ങളുടെ സവാബ്, അജറും പ്രതിഫലവുമൊക്കെ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതിന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ അജറ്, പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീഅത്തിനെ, മതപരമായിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു പദവിയാണ്. മൻ അല്ലമ ഇൽമ, ദീനിയായ ശരഇയായ ഇൽമുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വല്ല ഇസ്ലാമികപരമായിട്ടുള്ള ഉപദേശവും കൊടുക്കുന്ന ആൾ, രചന നിർവഹിക്കുന്ന ആളുകൾ, ഇതിൻ്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് ധാരധാരയായി ഒഴുകിയെത്തുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പഠിക്കുന്ന കിതാബ്, ആ കിതാബിൻ്റെ മുസന്നിഫീങ്ങളായിട്ടുള്ള രചയിതാക്കളായിട്ടുള്ള ശരീഅത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശരിയായ ആദർശങ്ങളെ പ്രചരിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ ഉസ്താദുമാർ, അവരുടെ ഖബറിലേക്ക് ജാരിയായ സ്വതക്ക എന്ന രൂപത്തിലാണ് അവരുടെ അധ്യാപനം, അവരുടെ കിതാബിൻ്റെ രചനയുടെ പവർ, അതിൻ്റെ മഹത്വം എത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സന്തോഷവും ഖബറിൽ നമുക്ക് സുഖം ലഭിക്കുന്നതും അണമുറിയാത്ത രൂപത്തിൽ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള ഒരു വലിയ ജോലിയാണ് അധ്യാപകനാവുക, പ്രത്യേകിച്ച് മദ്രസയിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും ഉസ്താദുമാരാവുക എന്നുള്ളത്. അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേതായിട്ട് അത്തരത്തിൽ ഒരു പ്രതിഫലം ലഭിക്കുന്ന, ഖബറിലേക്ക് അണമുറിയാത്ത രൂപത്തിൽ പ്രതിഫലം ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അജ്റ നഹാറൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഫലമാണ്. ഒരാൾ ഒരു വെള്ളം, ആ വെള്ളത്തിൻ്റെ ശേഖരം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളക്കെട്ടിനെ തുറന്നു വിട്ടുകൊണ്ട് മറ്റുള്ള പാപങ്ങളായ ആളുകൾക്ക് അതിലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആളാണ്. എപ്പോഴും അത് ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കിട്ടാത്ത നാടുകളിലേക്ക് പഴയ കാലത്തൊക്കെ അത്തരത്തിലുള്ള പ്രക്രിയകളുണ്ട്. നമ്മുടെ പാടത്തൊക്കെ, പാടശേഖരണത്തിൽ നമ്മുടെ പാടത്ത് നല്ല വെള്ളമുണ്ട്, അപ്പുറത്തെ സ്വന്തം പറമ്പിന് തൊട്ടടുത്ത് വരുന്ന അയൽവാസിയായിട്ടുള്ള ആ ഒരു പറമ്പിലേക്ക് വെള്ളം എത്താത്ത സാഹചര്യത്തിൽ അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിൽ, അവിടേക്ക് വെള്ളത്തിൻ്റെ ഉറവ തുറന്നു കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. അതാണ് പറയുന്നത്. അത് പല നിലയ്ക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഒരു ജലാശയത്തെ ഒഴുക്കിവിട്ട ഒരാൾ, അതിനെ കെട്ടി നിൽക്കാതെ ഒഴുക്കി വിട്ടുകൊണ്ട് അതിൻ്റെ പ്രയോജനത്തെ എല്ലാവർക്കും എത്തിക്കുന്ന രൂപത്തിലേക്ക് ഒരു നല്ല ഒരു സേവനം ചെയ്യുന്ന ആളുണ്ടോ, അയാളുടെ ഖബറിലേക്ക് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ മിസ്ർ സവാബ് ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേതായിട്ട് പറയുന്നത് ഹഫറ ബിഇറൻ എന്നാണ്. ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജാരിയായ സ്വതക്ക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവൻ്റെ പറമ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്ന രൂപത്തിൽ കിണറുകൾ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കിണറുകൾ കുഴിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ വെള്ളം കൊണ്ട് ഇവർ എന്തൊക്കെ ഇബാദത്ത് എടുക്കുന്നുവോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗപ്രവേശനം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മൂന്നാമത്തെ ആളായിട്ടാണ് ശറഅ് എണ്ണുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾക്ക് ആ ഒരു പ്രതിഫലം കിട്ടാൻ കാരണമായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്, അദ്ദേഹം ഒരു കിണർ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദാഹമകറ്റാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ സൗജന്യമായിട്ട് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഇന്നും എത്തുന്നുണ്ട്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ജലം ദാനം ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തേതായിട്ട് എണ്ണുന്നത് വറസ നഖ്ലൻ എന്നാണ്. ഒരാൾ ഒരു ചെടിയെ നട്ടു എന്നുള്ളതാണ്. അത് ഏത് ചെടിയാണെങ്കിലും, നഖൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പന എന്നാണ് അർത്ഥം. എല്ലാ തരം ചെടിയും അത് മനുഷ്യനും മൃഗങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ മരങ്ങളെ നട്ടു വളർത്തുക എന്നുള്ള ആ ഒരു ശേഷി, ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ട് ആ നേട്ടത്തിൻ്റെ ഭാഗമാവാൻ നമ്മളൊക്കെ സന്നദ്ധത കാണിക്കണം. സ്കൂളിലും മദ്രസകളിലൊക്കെ ഒരു തൈ നട്ടുകൊണ്ടൊക്കെയുള്ള വളരെ നല്ല സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കണം. ഇങ്ങനെ ഏത് മൃഗങ്ങളാകട്ടെ, മറ്റുള്ള സൃഷ്ടികളാകട്ടെ, പ്രത്യേകിച്ച് മനുഷ്യരാകട്ടെ, അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ, അവർക്ക് തണലേകുന്ന രൂപത്തിൽ, അവർക്ക് ഫലങ്ങൾ കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്ക് മരത്തടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്ക് അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരു ചെടിയെ നട്ടുകൊണ്ട് അതിനെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ തുറന്നു കൊടുത്താൽ അതിൻ്റെ ആ ഒരു തണലിൽ, അതിൻ്റെ ആ ഒരു ഫലം ആരൊക്കെ കഴിക്കുന്നുവോ
അതിൻ്റെ പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായിട്ട് പറയുന്നത് പള്ളി നിർമ്മിച്ച ഒരുത്തനാണ്. ബനാ മസ്ജിദ, പള്ളിയെ നിർമ്മിച്ച ഒരുത്തനുണ്ടല്ലോ, ആ പള്ളിയെ നിർമ്മിച്ചുകൊണ്ട് ആ പള്ളിയിൽ ആരൊക്കെയോ ഇബാദത്ത് എടുക്കുന്നുണ്ടോ, ആരൊക്കെ ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ടോ, ആരൊക്കെ ആ പള്ളിയിൽ നിന്ന് കേട്ട വഅദ് കാരണത്താൽ നന്നാകുന്നുവോ, ആരൊക്കെയോ അവിടെ ജമാഅത്തിന് പങ്കെടുക്കുന്നുവോ, ആരൊക്കെയാണോ അവിടെ തഹയ്യത്ത് നമസ്കരിക്കുന്നത്, സുന്നത്ത് നമസ്കരിക്കുന്നത്, എല്ലാവിധ നല്ല കാര്യങ്ങളിലും പങ്കാളിയാകുന്നത്, അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൻ്റെ സമാനമായ പ്രതിഫലം ഇത്തരത്തിൽ ഒരു പള്ളി നിർമ്മിച്ച ഒരാൾക്ക് കിട്ടുമെന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പള്ളി മുഴുവനായിട്ട് നിർമ്മിക്കണമെന്നില്ല. പള്ളിയുടെ നിർമ്മാണത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം വഹിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു സംഭാവന നൽകിയാൽ മതി. സാമ്പത്തികമായിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും രൂപത്തിൽ അതിൽ പങ്കാളിയായാൽ അത് ഖബറിലേക്ക് ജാരിയായ സ്വതക്ക എന്ന രൂപത്തിൽ എത്തുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത് വറസ മുസ്ഹഫ, ഒരാൾ മുസ്ഹഫിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനന്തരമായിട്ടോ മറ്റോ നല്ല സ്ഥലത്തേക്ക് ഓതാൻ വേണ്ടിയിട്ട് വിതരണം ചെയ്യുക എന്നുള്ളത്. ഒരു മുസ്ഹഫിനെ അല്ലെങ്കിൽ അത് എഴുതിക്കൊണ്ട് അതിനെ മറ്റുള്ളവർ തൻ്റെ മരണശേഷവും വായിക്കണമെന്ന് ഓതണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്കോ എവിടേക്കായിക്കോട്ടെ വിഭവം, ഇത്തരത്തിലുള്ള നല്ല വിഭവത്തെ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മനോഹരമായ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭവത്തെ പള്ളിയിലേക്കും മറ്റുമൊക്കെ ആയിട്ട് വഖഫായിട്ടും മറ്റൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് തൊടണമെങ്കിൽ പോലും പൊതു വേണം, അത്രക്കും മഹത്വം കൽപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആരൊക്കെയോ ആ മുസ്ഹഫ് ഇവൻ്റെ മരണശേഷം ഓതുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു സവാബിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം ഇവൻ്റെയും സവാബിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഈ ഹദീസിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധമായ നല്ല മാസങ്ങൾ, റമദാൻ മാസം പോലുള്ള നല്ല മാസങ്ങളിൽ ആ ഖുർആൻ ആരൊക്കെ ഓതുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഇവൻ്റെ ഖബറിലേക്ക് എത്തുമെന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യമാണ് തറക വലദൻ യസ്തഗ്ഫിർ ലഹു, തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുന്ന നല്ല ഒരു ദീനി ബോധമുള്ള ഒരു മകനെ ബാക്കി വെച്ചുകൊണ്ടാണ് ഇവൻ മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഖബറിലേക്ക് ആ മകൻ കാരണത്താൽ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും. അത് മക്കളെ നല്ല രൂപത്തിൽ തർബിയത്തോടുകൂടി വളർത്തുന്ന ആളുകൾക്കുള്ളൊരു പ്രതിഫലമാണ്. മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം, ദീനിയായ പഠനം മക്കൾക്ക് കൊടുക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വീട്ടിൽ ഒരു ദീൻ പഠിക്കുന്ന കുട്ടിയെങ്കിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. നമ്മളൊക്കെ പലപ്പോഴും കാണുന്നുണ്ട്, ഒരു വീട്ടിൽ ദീൻ പഠിപ്പിക്കാൻ മക്കളെ അല്ലെങ്കിൽ ആരെ വിടുന്നതിലും നമുക്കൊക്കെ ഒരു വിമ്മിഷ്ടം കാണിക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രതികരണം. മകൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതാകട്ടെ അല്ലെങ്കിൽ പള്ളി ദർശനം നിൽക്കുന്നതാകട്ടെ, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് മക്കളുടെ ദീനി പഠനത്തിന് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ പല മാതാപിതാക്കളും പ്രതികരിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ കാരണത്താൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ദീനിബോധം പഠിച്ചുകൊണ്ടോ നമ്മൾ പഠിപ്പിച്ച കാരണത്താൽ ആ മക്കൾ ഇത്തരത്തിൽ നല്ല രൂപത്തിൽ തർബിയത്തോടുകൂടി വളരുകയാണെങ്കിൽ ആ മക്കൾ കാരണത്താൽ തന്നെ നമ്മുടെ ഖബറിൽ ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നമ്മൾ ചെറിയ രൂപത്തിലുള്ള സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടാകൂ, പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് അണമുറിയാത്ത രൂപത്തിൽ പ്രതിഫലം എത്തുമെന്നുള്ള സൂചനയാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് മക്കളെ സ്വലാഹിരായിട്ട് തർബിയത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വമാണ്. മക്കളെ നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ശൃംഖലകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ദീനി വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാവിധ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ. എത്ര സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. നമ്മുടെ മക്കൾക്ക് അതിലേക്കുള്ള താല്പര്യം മദ്രസയിൽ പഠിക്കലോടുകൂടി വരുന്നുണ്ട്. പിന്നീട് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മക്കൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ദീനിൻ്റെ ശറഇൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് മക്കളെ താൻ മരിച്ചാൽ തനിക്ക് മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഖബർ ജീവിതത്തെ ഭയന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് തനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരു നല്ലൊരു മകൻ തനിക്കുണ്ടോ, നല്ലൊരു മകൾ തനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പോൾ തന്നെ മകളുടെ ഇഷ്ടം മാനിച്ചുകൊണ്ട്, ഒരുപക്ഷെ മക്കളെ ഇഷ്ടപ്പെടാതിരിക്കാം, അതിനെ ഇഷ്ടപ്പെടുത്താനുള്ള എത്രയോ വഴികളുണ്ട്. ദീനിനെ പറഞ്ഞുകൊണ്ട് മദ്രസയിലേക്ക് അത്ര വിദ്യാഭ്യാസമുണ്ട്. നമ്മളാണ് അനാവശ്യമായിട്ട് മക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനിൽ നിന്നും അകറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രം വെക്കാതെ തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, താൻ മരിച്ചാൽ തനിക്ക് വേണ്ടിയിട്ട് ഖബറിങ്കൽ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു മകൻ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ഖതമൊക്കെ ഓതുന്ന, തനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, തൻ്റെ എല്ലാവിധ സ്മൃതികളും പറഞ്ഞുകൊണ്ട് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നൊരു മകളുണ്ടെങ്കിൽ അത്
ഖിയാമത്ത് നാൾ വരെ ആ ഒരു പ്രാർത്ഥനയുടെ, ആ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ, ആ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ആ ഉമ്മക്കും ആ ഉപ്പക്കും എത്തിക്കൊണ്ടിരിക്കുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ വളർത്തുമ്പോൾ നല്ല പാരൻറ്റിങ്ങോടുകൂടി വളർത്തുക. ഇപ്പോഴത്തെ കാലത്ത് അത് വലിയൊരു പ്രശ്നമാണ്. മക്കളെയൊക്കെ നല്ല പാരൻറ്റിങ്ങോട് കൂടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത്, ഇസ്ലാമിൻ്റെ ശമൂലിയത്ത് എന്താണോ അത് കൃത്യമായിട്ട് മക്കളുടെ ജീവിതത്തിൽ വരുന്ന രൂപത്തിൽ നല്ലൊരു പാരൻറ്റിങ് ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലേ, അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓട്ടങ്ങൾക്കിടയിൽ ആഖിറത്തെയും ഖബറിനെയും മറക്കാതെ അതിലേക്കുള്ളൊരു ശേഖരണം, ഒരു സേവിങ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ആ സേവിങ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ മക്കളെ നന്നാക്കുക എന്നുള്ളത്. പള്ളിയിലെയുമായിട്ടുള്ള ബന്ധം അത് സ്വതക്കത്തും ജാരിയ എന്ന രൂപത്തിലൊക്കെ ആക്കുക എന്നുള്ളത്, ജനങ്ങൾക്ക് വിഭവങ്ങളൊക്കെ സംഭാവനയായിട്ട് കൊടുക്കുക, പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുക. ഇത്തരത്തിൽ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലങ്ങൾ എത്തിപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു വിജയത്തിൻ്റെ ധാരയുണ്ട്. ആ ധാര നിർബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ പരിശോധനയുടെ റിസൾട്ട് എന്താണോ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ജീവിതം ഒന്ന് ശുദ്ധീകരിച്ച് നടത്തിയിട്ട് നല്ല ഒരു സ്വാലിഹായി മാറാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.